ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഞ്ജലി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ മനോരമ പറയേണ്ടത്, എൻ്റെ ബേബി നീ വിഷമിക്കല്ലേ, മരുമകൻ ഇങ്ങ് എത്തുവന്നേ എന്ന് പറയുകയാണ്. എങ്കിലും ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ് അഞ്ജലി. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും നിൻ്റെ ഹസ്ബൻഡും കൂടെ എത്തും. അയ്യോ ഇത് നോക്കിക്കോ ആൻറ്റി, എൻ്റെ താലം മാറി എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു അറിയില്ല ആൻറ്റി, ഇതിനിടയ്ക്ക് താലം അടിച്ചുകൊണ്ട് പോയോ ആൾക്കാർ. അയ്യോ അതിൽ ചേട്ടൻ്റെ കൈ കെട്ടാനുള്ള ചരട് കൂടി ഉണ്ടായിരുന്നു, ഈ താലം ഇത് എവിടെ പോയി എന്ന് അഞ്ജലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ഇറങ്ങുന്ന സമയത്ത് ശ്രുതി പറയണ്ട, അയ്യോ ഈ താളത്തിൽ എന്താ ഒരു കനം പോലെ, ഇത് നമ്മുടെ താലം അല്ല ചേച്ചി. ശരിയാണല്ലോ, ഈ താളത്തിന് ഭയങ്കര കനമുണ്ടല്ലോ, ഇത് നമ്മുടെ താലം അല്ലല്ലോ എന്നിങ്ങനെ പറയണം. അയ്യോ ഇത് പിന്നെ ആരുടെ താലോ, ആ താലം മാറിപ്പോയല്ലോ ചേച്ചി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഈശ്വര എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ചിലപ്പോൾ താലം മാറ്റിയെടുത്ത് ചിലപ്പോൾ അവരായിരിക്കും, അറിയില്ലല്ലോ, ഇത് ആരുടെ താലമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ എഴുതിയിട്ടുണ്ട് അഞ്ജലി സായിറാം എന്ന്. അയ്യോ ഇത് അഞ്ജലി സായിറാം, ആ അശ്വിൻ്റെ ചേച്ചിയുടെ താലിയാ ചേച്ചി താലമാന്ന് പറയുമ്പോൾ, അയ്യോ പാവം, അവർ ഭർത്താവിന് വേണ്ടി നോമ്പെടുക്കുന്ന സ്ത്രീയാണ്, എപ്പോഴും എല്ലാ വ്രതവും എടുക്കും, അവർക്ക് നമുക്കിത് തിരിച്ചു കൊടുക്കാം, പാവം അവരൊരുപാട് വിഷമിച്ചിരിക്കുകയായിരിക്കും ഇപ്പോൾ. എൻ്റെ കൃഷ്ണ, ഞാൻ ഇത് എന്തൊക്കെയാണ് കേൾക്കണത് എന്നിങ്ങനെ ആൻറ്റി പറയുവാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി ഭർത്താവിന് വിളിക്കേണ്ടത്, ഏട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ വ്രതം അവസാനിപ്പിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം, ചേട്ടൻ വന്നെ വരെ ഞാൻ വ്രതം എടുത്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നിങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടി നടന്ന് വരുവാണ്, വല്ല ഓട്ടവും കിട്ടുമോ നോക്കാനായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പ്രീതിയെടുത്ത് ശ്രുതി പറഞ്ഞിട്ട്, പാവം ആ ചേച്ചി വിഷമിക്കുന്നുണ്ടാവും, എനിക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഒരു ഓട്ടോ വരുവാണ്. ആ ഓട്ടോ ശ്യാമും ശ്രുതി ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ആഹാ ഇതാര്, ശ്യാം സാർ എന്നാൽ കയറിക്കോ, കുഴപ്പമില്ല. വേണ്ട, നിങ്ങളിത് എവിടെ പോകാൻ നിൽക്കുക? അത് ഞങ്ങൾ അമ്പലത്തിൽ വരെ പോകാൻ നിൽക്കുക. അമ്പലം വരുമോ? അതെ, എനിക്ക് താലം കണ്ടില്ലേ, ഇതാ അശ്വിൻ്റെ ചേച്ചിയില്ല, അഞ്ജലി ചേച്ചിയുടെ താലം അറിയാണ്ട് മാറിപ്പോയി, ഞാൻ അറിയാണ്ട് എടുത്തുപോയി, മാറി എടുത്തുപോയി ശ്യാം സാർ, അത് കൊടുക്കാൻ വേണ്ടി പോവാം. എന്തായാലും ശ്യാം സാർ പോയിക്കോ, കുഴപ്പമില്ലേ വണ്ടിയിലേ, നിങ്ങളെല്ലാം അർജൻറ്റ് ടീം, നിങ്ങളെന്തായാലും പോയിക്കോ. ശ്യാം സാർ അവിടെ അത്യാവശ്യമായിട്ട് പോവാണോ, ഒരു ക്ലയൻറ്റിനെ കാണാൻ പോവാ, സാറില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറയുവാണ്. ശ്യാം സാർ ഞങ്ങളുടെ കൂടെ വേണമെങ്കിൽ വേണ്ട നിങ്ങൾ പോയിട്ട് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ശ്യാമം, ഭദ്രമായിട്ട് അവരവിടെ എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കയറ്റി വിടുകയാണ് ഓട്ടോയിൽ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മനോരമ പറയുന്നുണ്ട്, എൻ്റെ ബേബി നീ ഇങ്ങനെ വിഷമിക്കില്ലേ, ഒരു താലമല്ലേ, നമുക്കത് റെഡിയാക്കാമെന്ന് പറയുമ്പോൾ അശ്വിൻ വരുന്നുണ്ട്. എന്ത് പറ്റി ആൻറ്റി, ഇത് കണ്ടില്ലേ അഞ്ജലി മോളുടെ താലം ആരടിച്ചുകൊണ്ട് പോയി, ഇത് വേറെ ആരുടെ താലമാണ് എൻ്റെ കുഞ്ഞ്, അതിൽ ഞാൻ ഏട്ടനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചരടൊക്കെ പൂജിച്ച് വെച്ചതാണ്. എൻ്റെ ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ, ചെറിയ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കല്ലേ, ഒരു താലം, അതുപോലത്തെ ഒരു താലം ഞാൻ വരുത്തിപ്പിക്കാം, പിന്നെ ചരട് അത് നമുക്ക് വീണ്ടും പൂജിച്ച് കെട്ടിപ്പിക്കാം, അതിങ്ങനെ പറഞ്ഞാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അങ്ങോട്ട് മാറാൻ പോകുമ്പോഴേക്കും അവിടേക്ക് ലാവണ്യ വരുവാണ്. മനോരമ പറയണ്ടേ, എൻ്റെ പൊന്നോ ഇതാരാ വരുന്നത്, ഒരു സുന്ദരി, നോക്കിക്കേ ലാവണ്യ മോളൊരു സുന്ദരി ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി അതുപോലെ തന്നെ അശ്വിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ലാവണ്യ നീല സാരി മൂടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, അയ്യോ ലാവണ്യ ബേബി സുന്ദരിയായിട്ടുണ്ട്, എൻ്റെ കണ്ണ് തന്നെ പെട്ടുപോകും എന്ന് പറയാണ്. ആ സമയത്ത് ലാവണ്യ അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അശ്വിൻസ് ഞാൻ സുന്ദരിയായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, ലാവണ്യ നീ അമ്പലത്തിൽ പോയിട്ട് താലത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ് എന്ന് പറയുവാണ്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് നമ്മുടെ ലാവണ്യ. ആ സമയം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടി അമ്പലത്തിലെത്തുന്നുണ്ട്. അവരിവിടെ എത്തിയിട്ടുണ്ടാവോ ശ്രുതി എന്ന് പ്രീതി ചോദിക്കുമ്പോൾ, പിന്നെ അവരെന്തായാലും ഇവിടെ ഉണ്ടാവും, പാവം അവർ ഭർത്താവിൻ്റെ കാര്യം കൊണ്ട് നേരത്തെ ഉണ്ടാവും ഇവിടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആ കാഴ്ച നമ്മുടെ ശ്രുതി കാണുന്നത്. അശ്വിനോടൊന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അശ്വിനും ശ്രുതിനെ അപ്പോഴാണ് കാണുന്നത്. അവർ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോവാണ്. പ്രീതി പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ അശ്വിനെ. ആ സമയത്ത് ശ്രുതി പറയേണ്ട, ചേച്ചി എനിക്കെന്താ വരാതെ ക്ഷീണം, ചേച്ചി പോയി കൊടുത്തിട്ട് വാന്ന് പറയുമ്പോൾ പ്രീതി കൊടുക്കാൻ വേണ്ടി പോവാണ്. ശ്രുതിക്കാണെങ്കിൽ വ്രതമൊക്കെ എടുത്തുകൊണ്ട് ആകെ വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ 2-3 അടി അടിക്കുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ ആവാം. അശ്വിനാണെങ്കിൽ ശ്രുതിനെ നോക്കുന്ന സമയത്ത് അശ്വിൻ്റെ കാര്യം മനസ്സിലാകും, ശ്രുതിക്ക് എന്തോ പറ്റിയതാണെന്ന്. അശ്വിൻ വേഗം ശ്രുതിയുടെ അടുത്ത് പോകുമ്പോൾ തന്നെ ശ്രുതി അവിടേക്ക് തല കറങ്ങി ചുറ്റി ഇങ്ങനെ വീഴുവാട്ടോ. അശ്വിൻ വരുന്നതുകൊണ്ട് മാത്രം ശ്രുതി ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അശ്വിൻ. അതിനുശേഷം ശ്രുതി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതി വിളി കേൾക്കുന്നേ ഇല്ല, ബോധം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയെ വാരിയെടുക്കുവാണ്. അതിനുശേഷം ശ്രുതിനെ കൊണ്ടിങ്ങനെ നടന്നിങ്ങനെ പോകുന്നുണ്ട്.
പിന്നെ ആ പാട്ടാണ് കേട്ടോ കേൾപ്പിക്കണത്. അതിനുശേഷം നമ്മുടെ പ്രീതി അഞ്ജലിയുടെ അടുത്ത് വരുവാണ്. ഹലോ മാഡം, ദേ താലം മാറിപ്പോയി, മാഡത്തിൻ്റെ താലം എങ്ങനെയോ ശ്രുതിയുടെ കയ്യിലായിപ്പോയി, അത് തിരിച്ചുതരാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, ആ ചിലപ്പോൾ മനഃപൂർവ്വം എടുത്തുകൊണ്ട് പോയായിരിക്കും, കനമുള്ള താലമാണല്ലോ. അയ്യോ ഞങ്ങൾ അത്രക്കാരല്ല മാഡം എന്ന് പറയുന്നുണ്ട് പ്രീതി. ആ സമയത്ത് ആകാശിന് ഭയങ്കര സന്തോഷമാവട്ടെ പ്രീതിനെ കണ്ടിട്ട്. ആകാശ് ഇങ്ങനെ പ്രീതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുവാണ്. അഞ്ജലി ചോദിക്കണേ, നിങ്ങൾ വ്രതം മുറിക്കാൻ വന്നതല്ലേ? അല്ല മാഡം, ഞങ്ങൾ വ്രതം മുറിക്കണതാ, നമ്മുടെ വീടിൻ്റെ അടുത്തെന്നാ. അയ്യോ അതെന്താ അങ്ങനെ? ഇത് ഇവിടെ നിന്ന് മുറിക്കുക, നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും ഇവിടെ നിന്ന് തന്നെ വ്രതം മുറിച്ച് പോണതാ അതിൻ്റെ ഒരു ശരി എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിനെയും കൂടി വിളിച്ചുകൊണ്ട് വാ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് പ്രീതി പറഞ്ഞിട്ട്, ശ്രുതിക്കൊരു വയ്യായിക പോലെ അവളവിടെ നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ്. താലം മോഷ്ടിച്ചതാണോ എടുത്തതാണോ എന്നൊക്കെ ഒരു ചമ്മൽ കൊണ്ടായിരിക്കും ആ പെണ്ണ് അവിടെ നിൽക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ആ മനോരമ ആൻറ്റി. അതേസമയം നമ്മുടെ ശ്രുതിനെയും കൊണ്ടിട്ട് അശ്വിൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുവാണ് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താനായിട്ട്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, പ്രീതി ഒരു കാര്യം ചെയ്യും, ശ്രുതിയായിട്ടും ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് തന്നെ ഇവിടെ വെച്ചിട്ട് വ്രതം മുറിക്കാമെന്ന് പറയുമ്പോൾ പ്രീതി ശരി മാഡം, എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പ്രീതി പറയുകയാണ്. പ്രീതി പോകുന്ന സമയത്ത് ആകാശ് പ്രീതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പ്രീതി അവിടെ നിന്ന് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ കുറച്ച് വെള്ളം നമ്മുടെ അശ്വിൻ ശ്രുതിക്ക് കൊടുക്കുകയാണ്. ശ്രുതി വീണ്ടും വീണ്ടും വെള്ളം ആർത്തിയോട് കൂടി കുടിക്കുകയാണ്. കുറച്ച് വെള്ളം കൊടുത്താൽ എന്നിങ്ങനെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വ്രതം ശ്രുതി അറിയാണ്ട് മുറിച്ച് പോകുക കേട്ടോ, അറിയാണ്ട് വെള്ളം കുടിച്ച് പോകുവാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ആ കുപ്പിയിലെ വെള്ളം കുടിച്ച് ഫുള്ളും തീർത്തു ശ്രുതി. അതിനുശേഷമാണ് ശ്രുതി വെള്ളം തന്നിരുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയത്. അയ്യേ നിങ്ങളോ? എൻ്റെ ദൈവമേ, ഞാൻ വ്രതത്തിലായിരുന്നല്ലോ, നിങ്ങളാണ് എനിക്ക് വെള്ളം തന്ന് വ്രതം മുറിപ്പിച്ചത്, എൻ്റെ ഈശ്വര എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതിന് നീ വ്രതത്തിലായെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാണ്. ആദ്യം നീയേ നന്നായിട്ട് നടക്കാൻ പഠിക്കുക, എന്നിട്ട് ഈ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നിങ്ങനെ പറയുന്നത്. അവളുടെ ഒരു ചെറിയ വായിൽ വലിയ വർത്താനം എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, എങ്കിലും ഞാൻ വ്രതം മുറിച്ചു പോയല്ലോ, അതും ഇയാളുടെ കൈ കൊണ്ട്, എന്നോട് ക്ഷമിക്കണേ ഈശ്വര, ഞാൻ ആറ്റുനോറ്റ് വ്രതം എടുത്തത് ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ശ്രുതി വീണ്ടും തലചുറ്റി ഇങ്ങനെ വീഴാൻ പോകുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അപ്പം പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുവാണ്. അതിനുശേഷം അശ്വിൻ്റെ മുഖത്തേക്ക് തന്നെ ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ ഈ ജാട സ്വഭാവം ആദ്യം മാറ്റേ, എന്നിട്ട് വലിയ വർത്താനമൊക്കെ പറയുകയാണ്. അതിനുശേഷം പ്രീതിനെയാണ് കാണിക്കുന്നത്. പ്രീതി അവിടെയൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശ് പ്രീതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ആ സമയത്ത് അവിടേക്ക് അഞ്ജലിയുടെയും അതുപോലെ തന്നെ മനോരമയുടെ ഒക്കെ അടുത്തേക്ക് ലാവണ്യ വരുന്നുണ്ട്. ലാവണ്യ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ പ്രീതി ഇന്ന് പ്രാർത്ഥിക്കണ കാണുവാണ്. അല്ല അതാരാ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അതാണ് ആ ശ്രുതിയുടെ ചേച്ചി പ്രീതി, അത് ആ കാർട്ടൂൺ ബേബിയുടെയോ നല്ല ആൾക്ക് പറ്റിയ പേര് തന്നെയാണല്ലോ മോളിട്ടിരിക്കണമെന്ന് നമ്മുടെ മനോരമ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ പോകുക കേട്ടോ, അശ്വിനെ നോക്കിക്കൊണ്ട്. അശ്വിനും തൊട്ട് പുറകെ തന്നെ പോകുന്നുണ്ട്. ശ്രുതി വീണ്ടും വീണാലോ എന്ന് ആലോചിച്ചിട്ട് അശ്വിൻ തൊട്ട് പുറകെ പോകുന്ന ഭാഗത്തോടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.